ബിപിൻ കോട്ടൻസ് വ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന ഒരു മോട്ടിവേഷൻ ക്ലാസ്സാണ്. വിജയവും പരാജയവും എന്ന് പറയുന്ന രണ്ട് വശങ്ങളാണ്, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് വിജയവും പരാജയവും. പക്ഷേ ഇന്ന് നമ്മൾ വിജയത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, പരാജയം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പഠിക്കുന്നത്. പരാജയം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പരാജയത്തെ അതിജീവിച്ച് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ഏതൊരു പദ്ധതിയിൽ നിന്നും ഏതൊരു കാര്യത്തിലും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. പക്ഷെ പരാജയം എങ്ങനെ ഉണ്ടാകുന്നു, എന്താണ് പരാജയത്തിൻ്റെ മനഃശാസ്ത്രമെന്ന് നമ്മൾ മനസ്സിലാക്കി ഇരിക്കണം. അതുകൊണ്ടാണ് ഇന്നത്തെ വിഷയം അതാക്കാമെന്ന് കരുതുന്നത്. ബിപിൻ വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കൂടി ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പരാജയം എന്ന് പറയുന്ന ഒരു കാര്യം, ഒരാൾ പരാജയപ്പെടുമ്പോഴാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വിജയിക്കുന്നത്. ഇപ്പോൾ ഞാനുമായി ഒരാൾ മത്സരിക്കുന്നു, ആ ആൾ പരാജയപ്പെടുമ്പോഴാണ് ഞാൻ ശരിക്കും വിജയിക്കുന്നത്. അല്ലാതെ ഒരു കാര്യത്തിൽ രണ്ട് പേര് വിജയിക്കാറില്ല. മനസ്സിലായി? ഇപ്പോൾ നമ്മുടെ ഒരു പരീക്ഷകളാണെങ്കിൽ പോലും അത് എല്ലാം പാസ്സാകുന്ന രീതിയിലല്ല ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ നമുക്കിപ്പോൾ ഒരാളോട് മത്സരിക്കുകയാണെങ്കിൽ ആ വ്യക്തി പരാജയപ്പെടുമ്പോഴാണ് നമ്മളെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ പരാജയം ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിജയമില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രകൃതിയായി തന്നെ നമ്മളെയും പരാജയപ്പെടുത്തുന്നത്. നമ്മുടെ പരാജയം വേറെ ഒരാളുടെ, നമ്മുടെ എതിർഭാഗത്ത്, ഒന്ന് ശത്രുവാകാം, മിത്രഭാവാം, ആര് വേണേലും ആയിക്കോട്ടെ, ആ വ്യക്തിക്ക് വിജയിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ പരാജയപ്പെടണം. ഇനി നമ്മൾ വിജയിക്കുന്ന സമയത്ത് ആ വ്യക്തി പരാജയപ്പെടുമ്പോൾ പരാജയപ്പെട്ട ആളുടെ സങ്കടമോ വിഷമതകളോ മനസ്സിലെ ചിന്തകളോ ദുഃഖമോ നഷ്ടമോ ഒന്നും വിജയിച്ചയാൾ ചിന്തിക്കാറില്ല. എല്ലാവരും സ്വയം ചിന്തിക്കുന്നത് അവനവൻ്റെ വിജയമാണ്. അവനവൻ്റെ വിജയം എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷെ മനസ്സിലാക്കിയിരിക്കണം, ഒരു വിജയം ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം ഒരു പരാജയം ഉറപ്പാണ്. പക്ഷേ നമുക്ക് എത്ര പരാജയത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കും? അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന കാര്യം. പരാജയം എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാം. പരാജയം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് വിജയിക്കാനുള്ള കപ്പാസിറ്റി എത്തിയില്ല എന്നുള്ളതിൻ്റെ തെളിവ് കാണിക്കുന്നതാണ്. അത് നമ്മളിപ്പോൾ ഒരു കാര്യം പഠിക്കുകയാണ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കുക, ആ ഭാഷയെ നന്നായി സംസാരിക്കണം, എഴുതണം, വായിക്കണം, എല്ലാവരോടും ആ ഭാഷയെ സംസാരിക്കണം, എല്ലാവരും അത്ഭുതപ്പെടണം എന്ന ലക്ഷ്യത്തോടെ നമ്മൾ പോവുകയാണ്. പക്ഷേ കുറച്ച് ദിവസത്തെ പഠനത്തിന് ശേഷം നമുക്ക് മനസ്സിൽ ചിന്ത വരുന്നു, ഇത് കൂട്ടിയാൽ കൂടത്തില്ല, ഇത് നടക്കത്തില്ല, നിർത്താം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലോട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ തീർച്ചയായും അതിൽ പരാജയപ്പെടുകയാണ്. വാശിയോടെ എത്ര പൊരുതിയിട്ടും ഒരു റിസൾട്ടും കാണാത്ത ഒരു അവസ്ഥയാണ് നമ്മളെ ബാധിക്കുന്നത്. ഇത് ഭാഷ പഠിക്കുന്നത് മാത്രമല്ല, ജീവിതത്തിൽ ചെയ്യുന്ന ബിസിനസ് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, എല്ലാം ഒരു ഉയർച്ചയില്ലാതെ പോകുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ നഷ്ടപ്പെടുന്നതായിട്ടുള്ള അനുഭവം. പക്ഷേ ഇത് പരാജയമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ശരിക്കും പരാജയം എന്ന ഒന്ന് ഇല്ല, വിജയം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നതാണ് പരാജയം എന്നുള്ളത്. ശരിക്കും നമ്മുടെ ബോഡിക്കോ മൈൻഡിനോ അത്രയും കപ്പാസിറ്റി എത്തിയിട്ടില്ല. അതിന് ഇനിയും ടൈം ആവശ്യമാണ്, നമുക്ക് കൂടുതൽ പഠനം ആവശ്യമാണെന്നുള്ളതിനാണ് ഈ ഒരു കാര്യം വരുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിക്കോ മൈൻഡിനോ അതിനുള്ള കപ്പാസിറ്റി എത്തിയില്ല എന്നുള്ള തെളിവ് കാണിക്കുന്നതാണ് പരാജയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഏത് കാര്യത്തിലാണ് നമ്മളിപ്പോൾ തോറ്റുകൊണ്ടിരിക്കുന്നത്, ആ തോക്കുന്ന കാര്യത്തെ വീണ്ടും ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക. ഇപ്പോൾ ഒരു ഭാഷ പഠിക്കുന്നതിന് ഫെയിൽ ആവുകയാണ്, നമ്മൾ വീണ്ടും കുറച്ച് ദിവസം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഡിപ്രഷനൊക്കെ തോന്നി, നമുക്ക് ചെയ്യാൻ പറ്റാത്ത ക്ഷീണം, തളർച്ച തുടങ്ങിയവ. ശരിയായ ഉറക്കത്തിന് ശേഷം നല്ല ഒരു മൂഡ് തോന്നുന്ന ടൈമിൽ ബലം പിടിച്ചാലൊന്നും കിട്ടത്തില്ല, വളരെ ഇനിയൊന്ന് നോക്കാം എന്നൊരു ചിന്ത വരുമ്പോൾ നമ്മൾ എവിടെയാണ് പരാജയപ്പെട്ടത് ആ ഒരു കാര്യം വീണ്ടും ചെയ്യുക. വീണ്ടും ചെയ്യുമ്പോൾ നമ്മൾ ഇത്തവണയും പരാജയപ്പെടുമായിരിക്കാം, പക്ഷേ പരാജയത്തിന് ഒടുവിൽ കഴിഞ്ഞ ദിവസത്തേക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു പുതിയ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഇതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും ഈ പാഠം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് പഠിക്കാൻ ഇനി ഇത്തിനൊരു പാഠവും ഇല്ല എന്ന് വരുന്നൊരു സമയത്ത് നമ്മൾ വിജയിക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, അതിനുശേഷം നമ്മൾ തോറ്റുപോയി, വീണ്ടും നമ്മൾ ശ്രമിക്കുക,
ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുകയാണ്, ഒരാൾ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുകയാണ്. കുറച്ച് ഒരു പരാജയം കഴിഞ്ഞു, അയാൾ മടുത്തു, നിർത്തി, ബുക്കൊക്കെ മടക്കി വെച്ച് ഇനി മേലാൽ ഇത് കാണില്ല, അല്ലെ പഠിക്കില്ല എന്നുള്ള വാശി പറഞ്ഞിരിക്കരുത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും തോന്നുന്നു പഠിക്കാം. വീണ്ടും അയാൾ പയ്യെ പഠിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ചെയ്ത് ഇത്തവണ ഒരു ലെവൽ കൂടി. പക്ഷെ അത് ആ വ്യക്തി അറിയുന്നില്ല. വീണ്ടും ആ വ്യക്തി പരാജയപ്പെട്ടു. വീണ്ടും അയാളത് ചെയ്ത് ഒരു ചിലപ്പോൾ 15 വർഷം പിടിക്കുമ്പോഴായിരിക്കും ഒരു വ്യക്തിക്ക് ഒരു ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുക. മിനിമം ഒരു ഭാഷയെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ 15 കൊല്ലം ഇരുവെടുക്കും. കൃത്യമായിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ ആ വ്യക്തി സ്പെൻഡ് ചെയ്യണം. എങ്കിലാണ് കൃത്യമായിട്ട് ഒരു ഭാഷയിൽ ഉറപ്പോടെ തെറ്റാതെ ഫ്ലുവൻ്റായിട്ട് ഏത് വാക്ക് കേട്ടാലും സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ സംസാരിക്കാൻ പറ്റണമെങ്കിൽ 15 കൊല്ലം എടുക്കും. ഒരു മനുഷ്യന് അത്രയും ടൈം വേണം. ഈ 15 കൊല്ലത്തിനിടയ്ക്ക് 3 മാസം ഒരാൾ ഭാഷ പഠിച്ചു, തോറ്റുപോയി. വീണ്ടും 3 മാസം പഠിച്ചു, തോറ്റുപോയി. പക്ഷേ ദിവസവും അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഈ വ്യക്തിക്ക് നിരാശാബോധം കൊണ്ടാണ് ഈ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുക. ഒരു ഭാഷ പഠിച്ച് നമ്മൾ എക്സ്പേർട്ട് ആവണേ 15 കൊല്ലം വേണമെങ്കിൽ നമുക്ക് മറ്റുള്ള കാര്യത്തിന് എത്ര വർഷം വേണമെന്ന് ശരിക്കും നമുക്ക് തന്നെ അറിയത്തില്ല. ഭാഷാ വിദഗ്ധരും ഭാഷാ അധ്യാപകരും പറഞ്ഞതാണ് 15 കൊല്ലം. അത് ശരിയാണ്. നമ്മൾ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്നു. നമ്മൾ മലയാളവും മറ്റ് വിഷയങ്ങളും എല്ലാം പഠിച്ചു വന്നിട്ട് നമ്മൾ എക്സ്പേർട്ട് ആയിട്ടില്ല. 10 വർഷമാണ് നമ്മൾ എഴുതാനും വായിക്കാനും പഠിച്ചത്. ആ 10 വർഷത്തിന് ശേഷം വീണ്ടും നമ്മൾ പിന്നീട് എഴുതുന്നതും വായിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നു പോകുന്നില്ല. പിന്നെ ഒരു 10 വർഷം നമ്മൾ എഴുതാതിരുന്നാൽ ചിലപ്പോൾ എഴുത്ത് മാറിപ്പോയെന്ന് വരാം. സംസാരിക്കാതെ വേറെ നാട്ടിൽ പോയി സംസാരിക്കാൻ മലയാളം ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ശബ്ദം വേണ്ട രീതി വരാതെ അല്പം വിക്കി സംസാരിച്ചെന്ന് വരാം. അതൊക്കെ വരുന്നത് പറഞ്ഞാൽ നമ്മുടെ ടൈം എത്ര നേരം ഒരു കാര്യത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റി, നമ്മുടെ ഫോക്കസ് മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ അനുസരിച്ചാണ് കാര്യങ്ങൾ. അപ്പോൾ പരാജയം എന്ന് പറയുന്നതിന് ബിസിനസ് ആയിക്കോട്ടെ, ഒരു തവണ ബിസിനസ് പൊളിഞ്ഞു പോയി, രണ്ടാമത് ചെയ്യാനുള്ള വേണ്ടത്ര പണമാണ് ഇല്ലാതെ വരിക. അവിടെയാണ് ആളുകൾ പരാജയപ്പെടുന്നത്. പിന്നീട് ഒരിക്കലും ആ ബിസിനസ്സിലേക്ക് തിരഞ്ഞു പിടിക്കാനുള്ള നമുക്ക് പണം കാണത്തില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ റിസോഴ്സാണ്, ഓരോന്നിൻ്റെയും കാര്യങ്ങൾ നമ്മൾ ഓരോ മൂലധനമാണ് പിടിച്ചു വെക്കുന്നത്. പഠിക്കുന്നതാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് സോഴ്സ് ഒന്നും എടുക്കണ്ട. ഇപ്പം നമ്മളൊരു ഭാഷ പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അതിനുള്ള സാമഗ്രികൾ നെറ്റിൽ കിട്ടും. അതുപോലെ നമുക്ക് പഠിക്കാൻ കോഴ്സുകളുണ്ട്, കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിച്ച് നമ്മൾ തോറ്റു, പിന്നെയും നമ്മൾ പഠിച്ചു, അതിന് ഇത്ര മുടക്കുകൾ വരും. ഇനി ഫ്രീ ആയിട്ട് സ്വന്തമായി പ്രവർത്തനത്തിലൂടെ പഠിക്കുവാണെങ്കിലും സിനിമകൾ കണ്ട് പഠിക്കുവാണെങ്കിലും ഭാഷകൾ കണ്ട് പഠിക്കുവാണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ബോറടിച്ചാൽ നമ്മൾ വീണ്ടും ശ്രമിക്കാൻ നോക്കും. പക്ഷെ ഒരു വലിയ ബിസിനസ് ആണെങ്കിലോ, ഒരു വലിയ ബിസിനസ് നമ്മൾ ഉയർത്തിക്കൊണ്ട് വരുന്നു, അതിന് ഇത്ര ലക്ഷം രൂപ മുടക്കമുണ്ടാകുന്നു, അത് തീർന്നു, ബിസിനസ് പൊട്ടിപ്പോയി. പിന്നെ രണ്ടാമത് ജന്മത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ പരാജയമായിട്ട് വിശ്വസിക്കുന്നത്. പക്ഷെ ചിന്തിക്കുക, മറ്റ് ബിസിനസ്സുകാർ എങ്ങനെ ഏത് റൂട്ടിലൂടെയാണ് ഈ കാര്യം നടത്തിയെടുത്തത്. ഒരു പക്ഷേ അവർ നല്ല അറിവുള്ള ആളുകളെ കൂട്ടത്തിൽ കൂട്ടിക്കാണും. നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും കിടന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് ശ്രമിക്കുന്ന പല കാര്യവും തകർന്നടിയുകയാണ്. മനസ്സിലായോ? എല്ലാം കൂടി മനുഷ്യനെ ഒന്നിച്ച് ചെയ്യാൻ സാധിക്കത്തില്ല, ഗ്രൂപ്പായിട്ട് ചെയ്യണം. ഇനി ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ വിശ്വസിക്കാവുന്ന ആളുകളെ വേണം വെക്കാൻ. രണ്ടാമത് നമ്മളെ ബഹുമാനിക്കുന്ന ആളെ വേണം വെക്കാൻ. നമ്മളെ ബഹുമാനിക്കാത്തതും ഒരാൾ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അനുസരിക്കാത്തയാളും കൂടുതൽ കൂലി ആവശ്യപ്പെടുന്നയാളും അവസരം വരുമ്പോൾ പെട്ടെന്ന് നമ്മളെ ചയച്ച് മറ്റൊരു ഗ്രൂപ്പിനോടൊപ്പം ചേരുന്ന ആളുകളെയൊക്കെയാണ് നമ്മൾ സംഘടിപ്പിച്ച് വെക്കുന്നതെങ്കിൽ രണ്ടാമതല്ല, ജീവിതകാലം മുഴുവൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളോടൊപ്പമുള്ള ആളുകളെ സ്റ്റഡി ചെയ്ത് ബിസിനസ്സിൽ കൂട്ടുമ്പോൾ സ്റ്റഡി നന്നായിട്ട് ചെയ്യുക. ഒപ്പം ബിസിനസ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ അറിയാവുന്ന ബിരുദധാരികളായ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറിയില്ലെങ്കിൽ അതിന് പറ്റിയ ജോലിക്കാരെ നിങ്ങൾ വെച്ച് ഇൻ്റർവ്യൂ ചെയ്ത് ആ ഒരു ബിസിനസ് മുന്നോട്ട് പോകുക. സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ പഠിക്കുക, ന്യൂസുകളിൽ നിന്നും മറ്റ് വിവരങ്ങളിൽ നിന്നും ആ കാര്യങ്ങൾ ശേഖരിച്ച് വെക്കുക. അതിനുശേഷം ആ ബിസിനസ്സിൻ്റെ മാർക്കറ്റിലേക്ക് ഇറങ്ങുക. അതാണ് ചെയ്യേണ്ടത്. അതിന് വർഷങ്ങളുടെ അധ്വാനം ആവശ്യമാണ്. 8 കൊല്ലമോ 10 കൊല്ലമോ ഒക്കെ മെനക്കെടുമ്പോഴാണ് ഒരു ബിസിനസ്സും വിജയിക്കുക. ആർക്കും ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല ഏത് കാര്യവും ബിസിനസ് വിജയിക്കുമെന്ന്. പരാജയം എന്ന് പറയുന്നത് കൂടെ വരുന്നൊരു കാര്യമാണ്, വിജയം എന്ന് പറയുന്നതും കൂടെ വരുന്നൊരു കാര്യമാണ്. രണ്ടാമത്, ഇനിയിപ്പോൾ ഒരാൾ ഒരു ബഹളം ഉണ്ടാക്കാതെയോ അല്ലെങ്കിൽ ക്ഷമയോ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എല്ലാ തവണയും എന്തെങ്കിലും മദ്യപാനം പോലുള്ള കാര്യങ്ങൾ നിർത്താൻ ശ്രമിക്കുന്ന സമയത്തോ അത് ചീറ്റി പോവുകയാണ്. എല്ലാ മാസവും കൃത്യമായി ആൾ മദ്യപിക്കും, അയാൾക്ക് രക്ഷപ്പെടാനാകുന്നില്ല. എത്ര തവണ ആ ടെൻഡൻസി അനുഭവപ്പെടുന്നു, എത്ര തവണ അയാൾ അത് ചെയ്യാതിരിക്കുന്നു എന്നുള്ളതിലാണ് വിജയം. അത് അയാളുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടേണ്ട ആവശ്യമുണ്ട്.
മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടാത്ത പല കാര്യങ്ങളും നമുക്ക് അഡിക്ഷൻ പോലുള്ള കാര്യങ്ങളാണ്, അതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റുകയില്ല. അത് നമ്മുടെ പരാജയമാവും. നിരന്തരമായി നമ്മളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ സംസാരിക്കുന്ന ഒറ്റ വ്യക്തിയോടാണ്, അത് നമ്മളോട് തന്നെയാണ്. നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ, സിനിമ കാണുമ്പോൾ, വായിക്കുമ്പോൾ, എഴുതുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാം നമ്മൾ കുറേയധികം ശബ്ദം കേൾക്കുന്നുണ്ട്. അത് നിരന്തരമായി നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബഹളമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് ആ ശബ്ദം ആരും കേൾക്കുന്നില്ല. എന്ത് ചെയ്താലും നമ്മൾ മനസ്സിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളൊരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തോ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് നമുക്ക് ഓർമ്മ കിട്ടുന്നില്ലായിരിക്കാം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും അടുത്തൊരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാ മനുഷ്യനുമുണ്ട്. ഒരാൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടമ്മ മറ്റൊരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ട കാര്യവും അവിടെ പോയിട്ട് ചെയ്യേണ്ട എത്ര രൂപ ചിലവാകുന്ന കാര്യമായിരിക്കാം ഒരു ഗൃഹനാഥൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്ര നേരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റി? പെട്ടെന്ന് വെള്ളം തീർന്നു പോവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ചുമച്ച് ആ ഭക്ഷണം തലയിൽ കയറുമ്പോൾ തട്ടുമ്പോഴായിരിക്കാം ഒരു പക്ഷേ ആ ചിന്തയിൽ നിന്ന് ആദ്യം ചിന്തയിൽ നിന്ന് മാറി ഭക്ഷണത്തിൻ്റെ ചിന്തയിലേക്ക് തിരിച്ചു വരിക. അല്ല എങ്കിൽ ആ പ്രവൃത്തി ഓട്ടോമാറ്റിക്കായിട്ട് കഴിഞ്ഞു, ഓട്ടോമാറ്റിക്കായിട്ട് പോയി. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കിലാണ് നമ്മുടെ ബ്രെയിനിൻ്റെ സിസ്റ്റം. പക്ഷെ നമ്മൾ ബലം കൊടുത്തിട്ട് ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫുൾ ശ്രദ്ധ ഭക്ഷണത്തിലേക്ക് മാത്രം. ഭക്ഷണത്തിൻ്റെ രുചി, മണം, കളറ്, വെച്ചിരിക്കുന്ന വസ്തു എന്ത് ഓർക്കാതെ നോക്കാതെ വായിലേക്ക് വാരിയിടുന്നതിന് പകരം ഓരോന്നും ചവച്ചരച്ച് ആസ്വദിച്ച് നമുക്ക് തിന്നാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോക്കസ് കറക്റ്റായി. ഇതുപോലെ പ്രോഗ്രാം കാണുകയാണെങ്കിൽ പ്രോഗ്രാമിലേക്ക് മാത്രം, വേറെ എങ്ങോട്ടും ശ്രദ്ധ പോകാതെ ആ പ്രോഗ്രാം മാത്രമേ ഉണ്ടാവൂ. പഠിക്കുകയാണെങ്കിൽ ആ പഠിക്കുന്ന കാര്യം മാത്രമേ ഉണ്ടാവൂ. പാത്രം കഴുകുകയാണെങ്കിൽ പാത്രം കഴുകുന്ന കാര്യം മാത്രമേ ഉണ്ടാവൂ. ഇതിനിടയ്ക്ക് നമ്മുടെ തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റ് ബഹളങ്ങൾ, ഇത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ സത്യത്തിൽ പറ്റത്തില്ല. ഇത് ആരെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല. പക്ഷെ കുറച്ച് സെക്കൻഡുകൾ കിട്ടും. നമുക്ക് തന്നെ അറിയാം. നമ്മൾ ഇപ്പോൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരാൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ 100 കാര്യങ്ങൾ ചിന്തിച്ചാണ് ഒരാൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈക്ക് ഓടിക്കുന്നവരൊക്കെ സ്കൂട്ടർ ആയിക്കോട്ടെ, ഓടിക്കുമ്പോൾ ഒരു 100 കാര്യം തലവഴി ഓടുക. പക്ഷേ ഇതിനിടയ്ക്ക് ഫോക്കസ് കിട്ടും. എപ്പോഴാണ് എന്തെങ്കിലും വണ്ടിക്ക് മുമ്പിൽ ചാടുമ്പോൾ നമ്മൾ ബ്രേക്ക് അമക്കും, ഓട്ടോമാറ്റിക് അമക്കും. അപ്പോൾ നമ്മൾ പഴയ നിലയിലേക്ക് തിരിച്ചു വരും. ഇതുപോലെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഗ്യാപ്പിൻ്റെ എണ്ണം നമ്മൾ അറിയുന്നില്ല. കൂടുതൽ നമ്മൾ മൈൻഡിൽ വേറെ കാര്യം ചിന്തിക്കുന്ന ടൈമിലാണ് കൂടുതൽ. ഈ ഗ്യാപ്പുകൾ വർദ്ധിപ്പിക്കുക, ചെയ്യുന്ന കാര്യത്തിലേക്ക് ഫോക്കസ് എത്ര നേരം ഫോക്കസ് ചെയ്യാൻ സാധിക്കും, ആ ഫോക്കസാണ് നീട്ടി ഈ 10ഉം 15ഉം കൊല്ലം ആക്കേണ്ടത്. അപ്പോഴേ ഒരു മനുഷ്യൻ പൂർത്തീകരിക്കുന്നുള്ളൂ ഒരു കാര്യത്തിൽ. മനുഷ്യൻ വളർന്നെ തന്നെ 18 വയസ്സോളം എത്തിയാലേ ഒരു വ്യക്തി പ്രായപൂർത്തിയാകുന്നുള്ളൂ. മനുഷ്യൻ്റെ ബ്രെയിൻ ഓക്കെ ആയി വരണ തന്നെ 10-15 കൊല്ലം എടുക്കും. ആ ഒരു 15 കൊല്ലം കൊണ്ട് നേരെ ആവുന്നൊരു സാധനത്തിനിട്ടാണ് നമ്മൾ 2 മാസം കൊണ്ടും 3 മാസം കൊണ്ടും ജോലി ചെയ്യാനോ പഠിക്കാനോ എന്നിട്ട് തോറ്റുപോയെന്ന് ദുഃഖിക്കുന്നു. ഇതിന് ഒരുപാട് ടൈം വേണ്ടതാണ്. അത് എത്ര നേരം ഫോക്കസ് ചെയ്തു, എന്ത് കാര്യം ബ്ലോക്ക് ചെയ്തിട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ എത്ര നേരം പിടിച്ചു വെക്കാൻ സാധിക്കും. ജസ്റ്റ് ഇപ്പം നിങ്ങൾ ഭിത്തിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കളർ പച്ചയാണ് എങ്കിൽ ആ പച്ച നിറത്തിലേക്ക് നോക്കുന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലി എന്നുള്ളത് ഓർത്തുകൊണ്ട് തന്നെ ആ നിറത്തിലേക്ക് നോക്കുക. അല്ല, നിങ്ങളിപ്പോൾ മൊബൈലിൽ ഒരു പ്രോഗ്രാം കാണുകയാണ്, ആ പ്രോഗ്രാമിലേക്ക് മാത്രം നോക്കുക. പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത കാര്യം ചെയ്യുന്നതിനെ പറ്റി ചിന്തകൾ കയറിക്കൊണ്ടേയിരിക്കും. അതിനെ മൈൻഡ് ചെയ്യരുത്. ചെയ്യ് ഇത് നിർത്തിയിട്ട് സോഷ്യൽ മീഡിയയിൽ പോകാം, പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കാൻ സോഷ്യൽ മീഡിയയിൽ പോകാം, അത് നിർത്തിയിട്ട് അപ്പുറത്ത് എന്താണെന്ന് നോക്കാം. ഇങ്ങനെ 100 കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് നിർത്തി വെച്ചിട്ട് ബലം കൊടുത്ത് പോസ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിൽ എത്ര നേരം നിൽക്കാൻ പറ്റും? ഫുൾ ടൈം ഒന്നും നമ്മുടെ ബോഡിക്ക് ടെൻഷൻ കൂട്ടുന്ന രീതി വേണ്ട. കുറച്ച് നേരം ഒന്ന് പോസ് ചെയ്ത് വെച്ച് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. ആ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് വളർന്നു വരിക. അങ്ങനെയാണ് നമ്മുടെ പവർ വർദ്ധിപ്പിക്കുക. അപ്പോൾ നമ്മൾ പരാജയപ്പെടുന്ന സാധ്യത കുറയും. പരാജയം ഇവിടെ ഇല്ലാതാകുന്നില്ല. അപ്പോൾ പരാജയപ്പെടാതിരിക്കാൻ എത്ര നേരത്തെ ഫോക്കസ് ഉണ്ടാവും? ആ ഫോക്കസിലാണ് കാര്യം. ചുറ്റും മുഴുവൻ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും നമ്മളൊരു കാര്യം എടുക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ വിജയം. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.